ഇന്ന് ഇതൊട്ടന്നെ ബ്രോക്കൺ വീറ്റിൻ്റെ കഞ്ഞിയാണ് കൊടുത്തത്. അതിൽ ക്യാരറ്റും ഈന്തപ്പഴവും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ വീഡിയോ ഇടാത്തത്. ഞാൻ ഇതൊട്ടന്നെ ഫുഡ് കൊടുക്കുമ്പം ഇടയ്ക്ക് വെള്ളം കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി മോർണിംഗും ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഉണക്കമുന്തിരിയുടെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മോർണിംഗ് കൊടുത്തില്ല, കാരണം ഇന്നലെ ഞാൻ സോക്ക് ചെയ്യാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സോക്ക് ചെയ്തിട്ട് വൈകിട്ടായപ്പോൾ അത് ഫിൽട്ടർ ചെയ്ത് ഫുഡ് കൊടുത്തപ്പോൾ ഇടയ്ക്ക് ആ വെള്ളമാണ് ഞാൻ കൊടുത്തത്. ഉണക്കമുന്തിരിയുടെ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്, കോൺസ്റ്റിപ്പേഷൻ വരില്ല പിള്ളേർക്ക്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 6 മാസം വരയ്ക്കും അവർക്ക് ബ്രസ്റ്റ് ഫീഡ് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് സോളിഡിലേക്ക് മാറുമ്പോൾ അവർക്ക് ചെറുതായിട്ട് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നമൊക്കെ ഉണ്ടാകും ചില ഫുഡുകളിൽ. അപ്പോൾ ഉണക്കമുന്തിരിയുടെ വെള്ളം കൊടുക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ വരാണ്ടിരിക്കും. 6 മന്ത് കംപ്ലീറ്റ് ആയ കുട്ടികൾക്ക് ഡെയിലി കൊടുക്കണമെന്നില്ല. പിന്നെ ഒരു 8 മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഡെയിലി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവർക്ക് ഫുഡ് കുറച്ച് കട്ടിയായിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുമല്ലോ. അപ്പം എന്തായാലും കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉണക്കമുന്തിരിയുടെ വെള്ളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതൊട്ടന്നെ ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമുന്തിരിയുടെ വെള്ളം. അതിൽ ചെറിയൊരു മധുരവും ചെറിയ പുളിയൊക്കെ ഉള്ളത് കാരണം ഇതൊട്ടന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യുന്നതിലും പറയുന്നതിലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഇതുപോലെ എനിക്കറിയുന്ന കാര്യങ്ങൾ ചിലർക്ക് അറിയത്തില്ലായിരിക്കും, അപ്പോൾ അത് യൂസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.